എൻ്റെ പേര് സിസിലി ജോസഫ്. വീട് മുനമ്പം പള്ളിപ്പുറം മഞ്ഞമാതാ ബസിലിക്ക പള്ളിയുടെ ഭാഗാംഗമാണ്. എനിക്ക് 2023 ലെഫ്റ്റ് ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അതിൻ്റെ 2023 മാർച്ചിൽ സർജറി കഴിഞ്ഞു. കീമോയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ ഞാനിവിടെ വൺ ഡേ കൺവെൻഷന് വന്നിരുന്നു. വൺ ഡേ കൺവെൻഷന് വന്നപ്പോൾ കൗൺസിലിംഗ് കിട്ടിയ സമയത്ത് ബ്രദർ പറഞ്ഞു, സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോ, രോഗസൗഖ്യം ആണ് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. താമസിച്ചുള്ള ധ്യാനത്തിന് വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം ക്ലാസ്സിൻ്റെ അന്ന് തന്നെ ബ്രദർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, 4 ബ്രസ്റ്റ് ക്യാൻസർ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് യേശു, രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ബ്രദറിനെ തന്നെയാണ് എനിക്ക് കൗൺസിലിങ്ങിന് കിട്ടിയത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ സന്ദേശം കിട്ടിയതാണല്ലോ, സൗഖ്യം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം റാഫേൽ അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് ഞാൻ വിചാരിച്ചു എല്ലാവരും പേര് പറയണ്ടല്ലോ, എൻ്റെയും പേര് പറഞ്ഞാൽ ഞാനാണെന്ന് എനിക്കൊരു വിശ്വാസം വരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സിസിലി എന്ന മകളുടെ ക്യാൻസർ രോഗം സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കും, ഞാനായിരുന്നു അത്. അപ്പം ഞാനതിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ടെസ്റ്റുകളെല്ലാം നോർമലായി, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കൊല്ലം ടെസ്റ്റിൻ്റെ ഇപ്പം 3 മാസം മുമ്പ് ടെസ്റ്റ് കഴിഞ്ഞു. ക്യാൻസറിൻ്റെ കുഴപ്പങ്ങളൊന്നും. നല്ലൊരു കയ്യടി എടുത്തോ കേട്ടോ, ഇതാണ് വേണ്ടത് കേട്ടോ. അത് വിളിച്ചു പറയുന്നു, പക്ഷേ അപ്പം തന്നെ സാക്ഷ്യം പറയില്ല. പോയി ടെസ്റ്റ് ചെയ്ത് പിന്നെ ഡോക്ടർമാർ പറയും ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ വന്ന് ഒരു ചെക്കപ്പ് മാത്രം നടത്തിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം കേട്ടോ. ഓക്കെ.